എന്തോ ചില പ്രഖ്യാപനങ്ങളുടെ സൂചനയാണോ എന്ന് സംശയമുണ്ട്. അതിനിടയിലാണ് ഈ കൃഷ്ണബൈരഗൌഡ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കർണാടക സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വീറ്റ് അരുൺ പൂപ്പറമയും ഷഫീദ് റാവുത്തറും തുടരുന്നുണ്ട്. അരുണിലേക്ക് ഞാൻ പോകുന്നു. അരുൺ, ഇന്ന് കൃഷ്ണബൈരഗൌഡ ഇടുന്ന ഈ ട്വീറ്റ് 3.5 ട്വീറ്റാണ്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്തുകൊണ്ടാവാം? ഒരുപക്ഷെ നമ്മൾ പൂർണ്ണമായും ഈ വാർത്തയിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കുകയാണ്. ആ 3:30 ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ ആ രക്ഷാ ദൗത്യ ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നമ്മൾ അപ്ഡേറ്റായി പങ്കുവെക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ നമുക്കൊരു സ്ഥിരീകരിച്ച വിവരമല്ലത്, അത്തരത്തിലുള്ളൊരു സംശയമുണ്ട് എന്ന് മാത്രമാണ്. ഈ യന്ത്ര സംവിധാനം അവിടെ എത്തി മറ്റൊരു മേഖലയിലേക്കും അവർ ഒരു തെരച്ചില്ല, അതായത് നേരത്തെ സിഗ്നൽ ലഭിച്ചു എന്ന് പറഞ്ഞത് തൊട്ടപ്പുറത്തുള്ള 40 മീറ്റർ അപ്പുറമുള്ള ആ വലിയ മൺകൂനയിലാണ് നമ്മൾ കരുതിയിരുന്നത് അവിടെ പരിശോധന നടത്തുമെന്നാണ്. പക്ഷേ തുടർച്ചയായി 2-2.5 മണിക്കൂർ അവർ ഒരു ഡീപ്പായി പരിശോധന നടത്തിയത് ഇതേ ഈ പുഴയോട് ചേർന്ന ആ വലിയ മൺകൂനയുടെ ആ അരികിൽ തന്നെയാണ്. അപ്പോൾ ആണ് ഈ സംശയം ഉൾപ്പെടെ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. പിന്നീട് അതിൽ നേവിയുടെ സിഗ്നലും റവന്യൂ മിനിസ്റ്ററുടെ അതിലുള്ള എക്സ്പോസ്റ്റും ഒക്കെ പുറത്തു വന്നതോടെ അതിനൊരു സ്ഥിരീകരണ സ്വഭാവം വരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അത് കാത്തിരിക്കുന്നത്, നിലവിൽ ഇപ്പോൾ അതിന്റെ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു, നേവി അതിന്റെ തെരച്ചിലേക്ക് കടന്നിരിക്കുന്നു. ഇതിന് പൂർണ്ണമായും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന്റെ തെരച്ചിൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അല്പസമയത്തിനകം നമുക്കൊരു ശുഭകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വിജയകുമാർ, ഇനി ഏതാനും മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ എന്നാണ് കരുതുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ നടക്കുന്ന തിരച്ചിലിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. എത്രയും പെട്ടെന്ന് ലോറി കിട്ടട്ടെ, ആ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടാവട്ടെ, അർജുൻ കരുത്തോടെ ഇരിക്കട്ടെ. കുറച്ച് ക്ഷീണിതനാണെങ്കിൽ കൂടിയും അർജുൻ ജീവന്റെ ബാക്കി അർജുന്റെ ശരീരത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ആ ശുഭവാർത്തക്കായി കാത്തിരിക്കാം. വിജയകുമാർ, അതായത് അവിടെ പുഴയുടെ അടിത്തട്ടിൽ ഒരു ലോറി, ഒരു ട്രക്ക് ഉണ്ട് എന്നത് ഔദ്യോഗികമായി പറയുന്നത് കർണാടകയുടെ റവന്യൂ മന്ത്രി തന്നെയാണ്. അദ്ദേഹമാണ് അക്കാര്യം, ആ വാർത്ത സ്ഥിരീകരിക്കുന്നത്. ഇന്ന് 3:30 അദ്ദേഹം ആ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് നാവികസേന അവരുടെ 2 പ്രധാനപ്പെട്ട ഇമേജുകൾ പുറത്തുവിടുന്നത്. സൈഡ് സ്കാൻ സോണാർ ഓപ്പറേഷൻസിന്റെ 2 ഇമേജുകളാണ് അവർ പുറത്തുവിടുന്നത്. ആ ഇമേജുകളിൽ അതിലൊന്നിൽ കൃത്യമായി അവരുടെ കോണ്ടാക്ട് 1-ൽ മോസ്റ്റ് പ്രോബബിൾ എന്ന ലൊക്കേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആ ട്രക്ക് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് ആ ഇമേജ് കണ്ടെത്തിയിരിക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ അതിൽ വ്യക്തമാണ്. അവിടെ വളരെ ദീർഘമായ ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ആ ഇമേജിൽ കാണാം. അതൊരു ടവറാണ് എന്ന് നേരത്തെ ഹാഷ്മി അത്തരത്തിലൊരു ചില സംശയം ചില കേന്ദ്രങ്ങൾ പറയുന്നു എന്ന് അത് പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ ഒരു കാര്യം ഉറപ്പിക്കാനുള്ളത്, അത് ട്രക്ക് തന്നെയാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ റവന്യൂ മന്ത്രിയാണ് ഈ തെരച്ചിലിൻ്റെ ഒരു നോഡൽ ഓഫീസർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു നോഡൽ ഏജൻസിയുടെ വക്താവ് അദ്ദേഹമാണ്. അദ്ദേഹം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. ആ ട്രക്കിനെ കരക്കെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നും അദ്ദേഹത്തിൻ്റെ ആ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അവിടെ ഒരു ട്രക്കുണ്ട്, അവിടേക്ക് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ആഴത്തിലുള്ള പരിശോധന നടത്തുകയാണ്. ആ ട്രക്കിനെ കരയ്ക്കെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇത്രയും അദ്ദേഹത്തിന്റെ വളരെ ഹ്രസ്വമായ പോസ്റ്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത് ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു മന്ത്രി, റവന്യൂ മന്ത്രി തന്നെ ഔദ്യോഗികമായി പറയുന്ന ഒരു വിവരമാണ്. തൊട്ടു പിന്നാലെയാണ് നാവികസേന അതിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തതിൻ്റെ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുന്നത്. നമുക്കറിയാം, ഈ രക്ഷാ ദൗത്യം തുടങ്ങി 9 ദിവസവും ഇത്രയും ക്ലാരിറ്റിയുള്ള വിവരങ്ങൾ ഇതുവരെ വന്നിരുന്നില്ല. ചില സിഗ്നലുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരച്ചിലുകളെ പറ്റി മാത്രമേ ഔദ്യോഗികമായി അല്ലെങ്കിൽ അനൗദ്യോഗികമായി നമുക്കറിയാൻ കഴിയുമായിരുന്നുള്ളൂ ഈ ദിവസങ്ങളിൽ. പക്ഷേ ആ സാഹചര്യം ഇന്ന് പാടെ മാറുകയാണ്. അങ്ങേയറ്റം ഒഫീഷ്യൽ എന്ന് പറയാവുന്ന വിവരങ്ങൾ നാവികസേന പുറത്തുവിടുന്നു. റവന്യൂ മന്ത്രി ഒരു ട്രക്ക് കണ്ടെത്തിയെന്ന് ട്വീറ്റ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തെരച്ചിൽ നടക്കുകയാണ്. ആ തത്സമയ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.